നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു. രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ നക്ഷത്രങ്ങളിലൊന്ന് പൊട്ടി വീഴുമോ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. ഇതുവരെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെയൊന്ന് നമ്മുടെ ആയുസ്സിൽ തന്നെ സംഭവിക്കാനുള്ള അസുലഭ അവസരമാണ് വരുന്നത്. ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു പൊട്ടിത്തെറി അവസാനമായി ഉണ്ടായത്. അതും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്നത്. അതുപോലെ ഒരിക്കൽ നമ്മുടെ സൂര്യനും തന്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് ഇവന്മാരെ പോലെയാകും. അതേ സംഭവം തന്നെയാണ് എത്രയോ കോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള ഈ നക്ഷത്രങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. അതെങ്ങനെയാവുമല്ലേ അത്ര ദൂരെ നടക്കുന്ന പൊട്ടിത്തെറി ഈ കുഞ്ഞു ഭൂമിയിൽ ഇരുന്ന് നമുക്ക് കാണാനാവുന്നത്? അതുപോലെ എങ്ങനെയാവും ഈ നക്ഷത്രമൊക്കെ പൊട്ടിത്തെറിക്കുക? ഇവിടുന്ന് കാണാനാവുന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടേക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ വല്ലതും തെറിച്ചു വീഴുമോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പർ നോവ എന്ന ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനും കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യം നമുക്ക് എന്താണ് ഈ നോവ സ്ഫോടനം എന്ന് നോക്കാം. വരുന്ന സെപ്റ്റംബറിന് മുമ്പ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനുഷ്യന് ഭൂമിയിൽ നിന്നും ഒരു വലിയ നക്ഷത്ര സ്ഫോടനം കാണാനാവുമെന്ന് നാസ പറയുന്നു. നോവ സ്ഫോടനം എന്നാണ് ഈ അത്യപൂർവ പൊട്ടിത്തെറിക്ക് നാസ നൽകിയിരിക്കുന്ന പേര്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് എന്നാണ് നാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ അത്യപൂർവ പ്രതിഭാസം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുമെന്ന ശാസ്ത്രലോകത്തിന്റെ വെളിപ്പെടുത്തൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാത്രിയിലെ തെളിഞ്ഞ ആകാശത്ത് നമ്മൾ കാണുന്ന പലതരം നക്ഷത്രങ്ങൾക്കും പല ആയുസാണ്. ചിലത് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞതാകും. മറ്റു ചില പുതിയ നക്ഷത്രങ്ങളെയും ആകാശത്ത് കണ്ടെത്താൻ കഴിയും. അതേസമയം അവിചാരിതമായി ആകാശത്ത് പൊടുന്നനെ വെട്ടിത്തിളങ്ങുകയും എന്നാൽ മാസങ്ങൾ കൊണ്ട് ക്രമേണ നിറം മങ്ങി പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന ചില നക്ഷത്രങ്ങളെയും കണ്ടെത്താൻ കഴിയും. ഇത്തരം നക്ഷത്രങ്ങളെ പൊതുവെ നോവ എന്ന് വിളിക്കുന്നു. ഇവ പൊതുവെ സൂപ്പർ നോവകളെക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമേ പുറത്തുവിടുന്നുള്ളൂ. ഈ പ്രത്യേകത കൊണ്ട് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ നോവ സ്ഫോടനം എന്നത് മനസ്സിലാക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. 3000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഡി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് ഇത് നടക്കുക. നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്കാണെങ്കിലും പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങൾക്കും കൂട്ടായി ഇരട്ട നക്ഷത്രങ്ങളുണ്ട്. പരസ്പരം ഗുരുത്വബലത്താൽ ബന്ധിക്കപ്പെട്ട് ഭ്രമണം ചെയ്യുന്നവയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ. ഇതിൽ ഒരു നക്ഷത്രം ഭൂമിയോളം വലുപ്പമുള്ള വെള്ളക്കുള്ളനാണ്. മറ്റൊന്ന് സൂര്യനോളം വലുപ്പമുള്ള ചുവപ്പ് ഭീമൻ നക്ഷത്രവും. വെള്ളക്കുള്ളന്മാരുടെ ഗുരുത്വബലം കൂടുമെങ്കിലും അവയോട് വളരെ അടുത്ത് മാത്രമേ അത് അനുഭവപ്പെടുകയുള്ളൂ. ചുവപ്പ് ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോൾ പുറം പാളിയിലെ ഹൈഡ്രജൻ അടക്കമുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും. ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളന് ചുറ്റും ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ഇത് ചൂടുപിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച് പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും. നോവ പൊട്ടിത്തെറിച്ചാൽ ഹൈഡ്രജൻ അന്തരീക്ഷം മാത്രമാണ് ചിതറിപ്പോകുന്നത്. വെള്ളക്കുള്ളന് കാര്യമായി പരിക്കൊന്നും ഏൽക്കില്ല. വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ചുവപ്പ് ഭീമൻ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് വെള്ളക്കുള്ളൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതോടെ 80 വർഷത്തിന്റെ കൃത്യമായ ഇടവേളയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു. മുമ്പ് പറഞ്ഞില്ലേ ഒരിക്കൽ നമ്മുടെ സൂര്യനും ഇതുപോലെ ആവുമെന്ന്. അതെങ്ങനെയാണെന്നാൽ വിചിത്രമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ സൂര്യന്റെ കാര്യം എടുക്കുമ്പോൾ ഏകദേശം 14 ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള ശരാശരി നക്ഷത്രമാണ് സൂര്യൻ. ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സൂര്യന്റെ കോർ 3 ലക്ഷം കിലോമീറ്റർ മാത്രമാണുള്ളത്. സൂര്യന്റെ ഇന്ധനം കത്തിത്തീരാറാവുമ്പോൾ പുറം ഭാഗത്തെ പാളികൾ വലിയ തോതിൽ വികസിക്കും. പുറം പാളികൾ വികസിച്ച് ഏകദേശം ഭൂമിയുടെ ഭ്രമണപഥത്തോളം എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ സൂര്യൻ ഒരു ചുവപ്പ് ഭീമനായി മാറും. അതിന് കുറഞ്ഞത് 500 കോടി വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് കരുതപ്പെടുന്നു. ചുവപ്പ് ഭീമനായി ഇന്ധനം മുഴുവൻ കത്തിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അകക്കാമ്പ് മാത്രമാണ് ബാക്കിയാവുക. അകക്കാമ്പ് മാത്രമായി ചുരുങ്ങുന്നതോടെ സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറും. അപ്പോൾ സൂര്യന് വെറും 12,000 കിലോമീറ്റർ മാത്രമാകും വ്യാസം. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറോ തമോഗർത്തമോ ആയി മാറുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസത്തെ നമുക്ക് ഭൂമിയിൽ നിന്നും കാണാനാവുന്നത്? അതുപോലെ എപ്പോഴാണ് ഇത് കാണാനാവുക എന്നൊക്കെയുള്ളത്. കൊറോണ ബോറിയാലിസിലെ പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെഡ് ജെയിന്റ് നക്ഷത്രത്തിൽ നിന്നും തന്റെ സാന്ദ്രതയുടെ ബലത്തിൽ വെള്ളക്കുള്ളൻ നക്ഷത്രം പല പദാർത്ഥങ്ങളെയും പല സമയത്തായി തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അതേസമയം ഇവ ഓരോ 79 വർഷം കൂടുംതോറും ആവർത്തിക്കുന്ന ഒരു സ്ഥിരം ഭ്രമണപഥം പരസ്പരം സൂക്ഷിക്കുന്നു. ഇത്തരത്തിൽ 79 വർഷം കൂടുമ്പോഴും റെഡ് ജെയിന്റിന്റെ പുറംപാളിയിലുള്ള പദാർത്ഥങ്ങൾ വെള്ളക്കുള്ളനിൽ എത്തിച്ചേരുന്നു. ഇതുമൂലം വെള്ളക്കുള്ളന്റെ താപനിലയിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നു. താപനിലയിലുള്ള വർധനവ് ഒരു തെർമോന്യൂക്ലിയർ റിയാക്ഷന് കാരണമാകുന്നു. ഇതോടെ താപനില വീണ്ടും കാര്യമായി ഉയരുന്നു. താപനിലയിൽ വീണ്ടും വർധനവ് ഉണ്ടാകുന്നതോടെ തുടർ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു.
എന്നാൽ ഈ സ്ഫോടനങ്ങൾ വെള്ളക്കുള്ളലിനല്ല നടക്കുന്നത്, മറിച്ച് റെഡ് ജയന്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഹൈഡ്രജനിലാണ്. അതിനാൽ തന്നെ വെള്ളക്കുള്ളൻ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ തുടർ സ്ഫോടനങ്ങൾ കാരണമാണ് ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ പോലും ആകാശത്തെ ഈ സ്ഫോടനം കാണാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. 1946 ഇത്തരത്തിലൊരു സ്ഫോടനം ശൂന്യാകാശത്ത് ഏറ്റവും അവസാനമായി സംഭവിച്ചത്. 78 മുതൽ 79 വർഷങ്ങൾക്ക് ശേഷം 2024 ഈ സ്ഫോടന പരമ്പര വീണ്ടും ദൃശ്യമാകുന്നു. ഈ സ്ഫോടനത്തിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം മാർച്ചിൽ ഈ പ്രദേശത്തെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. ഈ തിളക്ക നഷ്ടം 1 വർഷത്തോളം നീണ്ടു നിൽക്കും. വരുന്ന 6 മാസത്തിനിടെ എപ്പോൾ വേണമെങ്കിലും ഈ നക്ഷത്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. ഇനി 6 മാസത്തോളം വടക്ക് കിഴക്കൻ ദിശ നോക്കിയാൽ ഈ അത്യപൂർവ പ്രതിഭാസത്തിന് സാക്ഷിയാകാം. എന്താ ഇനി വടക്ക് കിഴക്ക് നോക്കിയിരിക്കുകയല്ലേ? ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യൂ. നമ്മളിൽ എത്ര പേർ ഇത് നോക്കിയിരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.